Hello everyone. Today's discussion is about impact of tourism. First, economic impact. Tourism increases employment opportunities. Additional jobs generate income and raise standard of living, particularly in rural areas. As tourism grows, additional opportunities are created for investment, development and infrastructure spending. So impact of tourism, അതായത് ടൂറിസം എന്ന് പറയുന്ന സർവീസ് ഇൻഡസ്ട്രിയുടെ സമൂഹത്തിനുണ്ടാക്കുന്ന ആഘാതങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ, ഇതാണ് ഇമ്പാക്റ്റ് ഓഫ് ടൂറിസം. ആദ്യമായിട്ട് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. ടൂറിസം എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഒരു ഏരിയയിൽ വളരും തോറും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരികയും ആൾക്കാർക്ക് പുതിയ ജോലി സാധ്യതകളിലൂടെ അത് ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയരുന്നു, വരുമാനം കൂടുന്നു, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് വരുന്നു. ഇങ്ങനെ വളരെ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ളൊരു മുന്നേറ്റത്തിന് ടൂറിസം വഴിവെക്കുന്നുണ്ട്. ടൂറിസം ഓഫൺ ഇൻഡ്യൂസസ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ പബ്ലിക് യൂട്ടിലിറ്റീസ് സച്ച് എസ് വാട്ടർ, സെവർ, sidewalks, lighting, parking, public restrooms, litter control and landscaping. Such improvements benefits tourists and residents alike. ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, അതിലൂടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരുപാട് പുരോഗമനം ഉണ്ടാകുന്നു. കൂടാതെ തന്നെ ടൂറിസം വളരും തോറും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ലൈക്ക് വാട്ടർ സപ്ലൈസ്, സീവേജ്, then parking areas, public restrooms, landscapes, അങ്ങനെ വളരെ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റൽ വർക്കുകളും അവിടെ ആ ഏരിയയിൽ നടക്കുന്നുണ്ട്. Likewise, tourism encourages improvement in transport infrastructure, resulting in upgraded roads, airports, public transportation and non-traditional transportation. Tourism creates increasing opportunities for shopping and adding healthy competitiveness. So transportation infrastructure വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ റോഡ്സ്, എയർപോർട്ട്സ്, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇങ്ങനെ പല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ആകാനായിട്ട് ടൂറിസം സഹായിക്കുന്നുണ്ട്. ഇതിലൂടെ ടാക്സ് റവന്യൂ, ഗവൺമെൻറ് ടാക്സ് റവന്യൂ, പലതരത്തിലുള്ള ടാക്സ് റവന്യൂസ്, ഇൻകം ടാക്സ് എല്ലാം തന്നെ വർദ്ധിക്കുന്നു. ഇറ്റ് ഓഫൺ ഇൻക്രീസസ് എ കമ്മ്യൂണിറ്റീസ് ടാക്സ് റവന്യൂസ്, ന്യൂ ജോബ് ജനറേറ്റ്സ് മോർ ഇൻകം ടാക്സ് റവന്യൂ ടു ദി ഗവൺമെൻറ്. സോ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ടൂറിസത്തിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദി എക്കണോമിക് കണ്ടീഷനാണ്. സമ്പദ് വ്യവസ്ഥയിൽ ടൂറിസം കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളാണ്. അതേസമയം തന്നെ there are lot of negative impact also. Jobs created by tourism are often seasonal and poorly paid. ഇപ്പോൾ ടൂറിസം എന്ന് പറയുന്നത് സീസണലാണ്. ഒരു പർട്ടിക്കുലർ സീസണിൽ, ഒരു പർട്ടിക്കുലർ കുറച്ച് ഡ്യൂറേഷനിൽ മാത്രമേ ടൂറിസം ആക്ടിവിറ്റീസ് വളരെ പീക്കിൽ നടക്കുകയുള്ളൂ. ആ സമയത്തായിരിക്കും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. മറ്റ് സമയങ്ങളിൽ അത്തരം ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാർ ജോലി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന സിറ്റുവേഷനുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ടൂറിസം മേഖലയിൽ, പ്രൈവറ്റ് മേഖലയിലൊക്കെ ടൂറിസം നടക്കുന്നതൊക്കെ പ്രൈവറ്റ് മേഖലയിലുള്ള ജോബ്സ് ആയിരിക്കും. അവിടെയൊക്കെ തന്നെ വളരെ പുവർലി പെയ്ഡ് ആയിരിക്കും, വളരെ കുറഞ്ഞ സാലറിയിലായിരിക്കും ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. സോ ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ വളരെ അണ്ടർ പെയ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും, പുവർലി പെയ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ സീസണൽ ജോബ്സ് ആയിരിക്കും. ത്രൂ ഔട്ട് ദ ഇയർ ജോലി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതൊരു നെഗറ്റീവ് എക്കണോമിക് ഇമ്പാക്റ്റാണ്. ടൂറിസം ക്യാൻ പുഷ് അപ്പ് ലോക്കൽ പ്രോപ്പർട്ടി പ്രൈസസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു
ഏരിയ വല്ലാതെ ടൂറിസത്തിൽ വികസിക്കുമ്പോൾ അവിടുത്തെ ലാൻഡിൻ്റെ പ്രൈസ് കൂടും. സോ സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ലാൻഡ് പ്രൈസ്, മറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സും സർവീസസിൻ്റെ ഒക്കെ തന്നെ ചാർജസ് കൂടുകയും കോസ്റ്റ് ഓഫ് ലിവിങ് അവിടെ വളരെ കൂടുതൽ കൂടുന്നത് മൂലം സാധാരണക്കാരൻ്റെ ജീവിത ചെലവ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ നെഗറ്റീവ് ഇമ്പാക്റ്റ്. Money generated by tourism does not always benefit the local community, as some of it leaks out to huge international companies such as hotel chains. So ടൂറിസം വളരുന്നുണ്ടാവും, ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് ഇതുകൊണ്ട് വലിയ നേട്ടം കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അവിടെ വരുന്ന ഹോട്ടൽസ് ചെറിയ ചെറിയ ഹോട്ടലുകളായിരിക്കില്ല, ഇൻ്റർനാഷണൽ ഹോട്ടൽ ഗ്രൂപ്പ്സിൻ്റെ ഹോട്ടൽസ് ആയിരിക്കും. അവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ തന്നെയും ഒരുപക്ഷെ മറ്റുള്ള ഏരിയയിൽ നിന്ന് വരുന്നവരായിരിക്കാം. അപ്പോൾ അതുമൂലം അവിടെ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ആ സ്ഥലത്തു നിന്ന് പുറത്തേക്ക് പോകുന്നത് മൂലം ആ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് എക്കണോമിക്കായിട്ട് വലിയൊരു ബെനിഫിറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഡെസ്റ്റിനേഷൻസ് ഡിപ്പെൻഡൻ്റ് ഓൺ ടൂറിസം ക്യാൻ ബി അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ ഇവൻറ്റ്സ് സച്ച് എസ് ടെററിസം, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് എക്കണോമിക് റിസഷൻ. മറ്റുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും അതുപോലെ ടെററിസം വരുമ്പോഴും ഒക്കെ ടൂറിസം വല്ലാതെ താഴേക്ക് പോകും. അതോടൊപ്പം തന്നെ ആ പ്രദേശത്തിൻ്റെ വികസനത്തെയും നെഗറ്റീവായിട്ട് ബാധിക്കും. സോ ദീസ് ആർ ദ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് ടൂറിസം ഓൺ ദ എക്കണോമി. ഇമ്പാക്റ്റ് ഓഫ് ടൂറിസത്തിലെ എക്കണോമിക് ഇമ്പാക്റ്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദർ ആർ ലോട്ട് ഓഫ് പോസിറ്റീവ് ഇമ്പാക്റ്റ് as well as negative impact. Similarly, the second one is social and cultural impact. സമൂഹത്തിലും സാംസ്കാരിക മേഖലയിലുമൊക്കെ ഉണ്ടാകുന്ന ആഘാതമാണ്. അവിടെയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ്സും ഉണ്ട്. ഫസ്റ്റ് ലെറ്റ് us see what are the positive impact on the society and the culture of a place. Arrival of tourists brings diverse values to the community and influence behaviors and family life. Individuals and the collective community might try to please tourists and adopt tourist behaviors. Interactions between residents and tourists can impact creative expression by providing new opportunities. Tourism can improve quality of life in an area by increasing the number of attractions, recreational opportunities and services. Tourism offers residents opportunity to meet interesting people, make friendship, learn about the world and expose themselves to new outlooks. Experiencing different cultural practices enriches experiences, broadens horizons and increases insight and appreciation for different approaches to living. So social and cultural impact എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ പുതിയ പുതിയ ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലത്തു നിന്നുമുള്ള ആൾക്കാർ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് വരുമ്പോൾ ആ ഏരിയയിലുള്ള ലോക്കൽ ആൾക്കാർക്ക് ഇവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനും അതിലൂടെ ലോകത്തിൻ്റെ പല മേഖലകളിലുള്ള ആൾക്കാരുടെ സംസ്കാരവും ജീവിത രീതികളും അവരുടെ ഭാഷയും അവരുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ മനസ്സിലാക്കാനും അങ്ങനെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസും പുതിയ അനുഭവങ്ങൾ, പുതിയ എക്സ്പീരിയൻസസ്, പുതിയ ഉൾക്കാഴ്ചകൾ ആ രീതിയിൽ ആ ലോക്കൽ ആൾക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ, ആൾക്കാരുടെ പെരുമാറ്റ രീതികളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് ഈ തരത്തിലുള്ള ഇൻ്ററാക്ഷൻസ് വിദേശികളുമായിട്ട്, വിദേശ ടൂറിസ്റ്റുകളുമായിട്ട് നാട്ടിലുള്ള ആൾക്കാർക്ക് ഇൻട്രാക്ഷനിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. ഓഫൺ dwindling interest in host cultures is revived by reawakening cultural heritage as part of tourism development, which increases demand for historical and cultural exhibits. This interest by tourists in local culture and history provides opportunities to support preservation of historical artifacts and
ആർക്കിടെക്ചർ. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള പഴയ ആചാരങ്ങൾ പലതും ഇന്ന് ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ആ തരം കാര്യങ്ങൾ പുറമേ നിന്ന് വരുന്ന വിസിറ്റേഴ്സിന് താല്പര്യമുള്ളതാണെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ നിലനിർത്താനായിട്ടുള്ള ഒരു ശ്രമം ഈ ടൂറിസത്തിലൂടെ സാധിക്കുന്നുണ്ട്. പല പാരമ്പര്യമായിട്ടുള്ള കായിക രൂപങ്ങൾ ഇന്നും നിലനിർന്നു പോകുന്നത് ടൂറിസ്റ്റുകളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രമായി വരുന്നുണ്ട്. അപ്പോൾ പഴയ കൾച്ചർ നശിച്ചു പോകാതെ നിലനിർത്താൻ ടൂറിസം സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെയാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇമ്പാക്റ്റ് ഓൺ എ പോസിറ്റീവ് വേ. എന്നാൽ അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. അറ്റ് ദ സെയിം ടൈം ഇൻക്രീസ്ഡ് ടൂറിസം ക്യാൻ പുഷ് എ കമ്മ്യൂണിറ്റി ടു അഡോപ്റ്റ് ഡിഫറെൻറ്റ് മോറൽ കണ്ടക്റ്റ് such as increased illegal drug use. Safety problems such as crime and accidents may also increase. Traditional ceremonies may be lost in alternative activities. So, പുതിയ ആൾക്കാർ, പ്രത്യേകിച്ചും വെസ്റ്റേൺ കൺട്രീസിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ വരുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചില നെഗറ്റീവായിട്ടുള്ള പെരുമാറ്റ രീതികളും ഈ സ്വദേശികളുടെ ഇടയിൽ പ്രചരിപ്പിക്കാനായിട്ട് ടൂറിസം വഴിവെക്കുന്നുണ്ട്. അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. അതിൽ വളരെ കൂടുതൽ ഈ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന ഒരു അട്രാക്ഷനാണ് മെയിനായിട്ട്, മോട്ടിവേഷനാണ് യഥാർത്ഥത്തിൽ ടൂറിസത്തിൻ്റെ ഒരു നേച്ചർ എന്നുള്ള നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അവിടെ ഈ ഡ്രഗിൻ്റെ ഓവർ യൂസും മറ്റും വരുന്നത് സ്വദേശികളുടെ ഇടയിലേക്കും വരികയും ആ പ്രദേശം തന്നെ നശിച്ചു പോകുന്ന ഒരു കാഴ്ചയും കാണാം. നമ്മുടെ കേരളത്തിൽ തന്നെ പഴയ കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു കോവളം. പക്ഷേ ഈ തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഡ്രഗിൻ്റെ മറ്റും അമിതമായിട്ടുള്ള വ്യാപാരം അവിടെ വന്നിട്ട് ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്ന് വളരെ കൂടുതൽ നശിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് സേഫ്റ്റിയുടെ കാര്യത്തിലും ആക്സിഡൻറ്റിൻ്റെ കാര്യത്തിലും ക്രൈമിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ വളരെ കൂടുതൽ ഉപദ്രവം ഉണ്ടാകുന്ന നിലയിലേക്ക് ടൂറിസം മാറുന്ന ഒരവസ്ഥയും പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ടൂറിസത്തിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ലൈഫ്. തേർഡ്, എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ്. ഏരിയാസ് വിത്ത് ഹൈ വാല്യൂ നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് ഓഷൻസ്, lakes, waterfalls, mountains, etc. and great scenic beauty attract tourists. Because these people value nature, selected natural environments are preserved, protected and kept from further ecological decline. So ഇത് എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് ആണ്, പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. പരിസ്ഥിതിക്ക് പല രീതിയിലും പോസിറ്റീവായിട്ടുള്ള പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ടൂറിസത്തിലൂടെ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇക്കോ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരൊക്കെ പരിസ്ഥിതി സ്നേഹികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പരിസ്ഥിതിക്ക് കൂടുതൽ ദോഷം വരാത്ത രീതിയിലൊരു ടൂറിസത്തിലോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അത്തരം ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാരിസ്ഥിതികമായിട്ടുള്ള പ്രദേശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ലോക്കൽ ഗവൺമെൻറ്റുകൾ ശ്രമിക്കുന്നുണ്ട്. പല ഏരിയയിലും ഇപ്പോൾ ബന്ദിപ്പൂർ എന്ന് പറയുന്ന സാങ്ച്വറി അത് പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. അവിടെ വിസിറ്റേഴ്സും വളരെ കൂടുതൽ പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത രീതിയിലേക്ക് മാറേണ്ടി വരാനായിട്ടുള്ള നിയമങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുമൂലം ആ ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയും പരിസ്ഥിതി സംരക്ഷണം അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. Tourist income often makes it possible to preserve and restore historical buildings and monuments. പുരാതന സ്മാരകങ്ങൾ നിലനിർത്താനായിട്ട് സഹായിക്കുന്നത് പലപ്പോഴും ടൂറിസം റവന്യൂ കൊണ്ടാണ്. ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ദ ഏരിയാസ് appearance through cleanup and repairs and the addition of public art such as murals, water fountains and monuments benefit visitors and residents alike. Tourism is generally considered as a clean industry, one that is based on hotels, restaurants, shops and attractions instead of factory. So മറ്റൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസം ഒരു ക്ലീൻ
ഇൻഡസ്ട്രി എന്നാണ് കരുതപ്പെടുന്നത്. പരിസ്ഥിതിക്ക് ഒരു തരത്തിലുള്ള വലിയ ആഘാതം ഉണ്ടാക്കാത്ത തരത്തിൽ, അതായത് മറ്റുള്ള ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറിയാണ്, പ്രൊഡക്ഷനാണ്, അതിലൂടെ ഒരുപാട് പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. ആ തരത്തിൽ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ടൂറിസം. അതുകൊണ്ടാണ് ടൂറിസം ഇൻഡസ്ട്രി ഈസ് നോൺ ആസ് ക്ലീൻ ഇൻഡസ്ട്രി. ഇതൊക്കെയാണ് ടൂറിസത്തിൻ്റെ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന പോസിറ്റീവ് ഇമ്പാക്റ്റ്. നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. ടൂറിസം ക്യാൻ ഓൾസോ ഡീഗ്രേഡ് ദ എൻവയോൺമെൻറ്റ്. Visitors generate waste and pollution such as air, water, solid waste, noise and visual. Natural resources can be put at risk through improper use or overuse. Providing tourist services can alter the landscape's appearance. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ടൂറിസം വളരുന്നതനുസരിച്ചിട്ട് കുറേയൊക്കെ പൊല്യൂഷൻ ഉണ്ടാകും. നമ്മുടെയൊക്കെ പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇല്ലാത്തത് കാരണം പല രീതിയിലും പൊല്യൂട്ടഡാണ്. വാട്ടർ പൊല്യൂഷനും സോളിഡ് വേസ്റ്റിൻ്റെ മിസ്മാനേജ്മെൻറ്റും കാരണം പരിസ്ഥിതി ആകെ തന്നെ നശിച്ചു പോകുന്ന രീതിയിലുള്ള കാഴ്ചകൾ പലയിടത്തും കാണുന്നുണ്ട്. അത് ഒരു ടൂറിസത്തിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ എൻവയോൺമെൻറ്റാണ്. അതുപോലെ തന്നെ ഓവർ യൂസ് ഓഫ് റിസോഴ്സസ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യതയേക്കാളേറെ ടൂറിസ്റ്റ് വരുമ്പോൾ ആ തരം റിസോഴ്സുകൾ അവിടെ വളരെ കൂടുതൽ പ്രഷറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അൺകൺട്രോൾഡ് ഓർ ഓവർ യൂസ് ബൈ വിസിറ്റേഴ്സ് ക്യാൻ ഡീഗ്രേഡ് ലാൻഡ്സ്കേപ്പ്, ഹിസ്റ്റോറിക് സൈറ്റ്സ് ആൻഡ് മോണുമെൻറ്റ്സ്. വെയർ വാട്ടർ ഈസ് scarce, tourists can overpower the available supply. A constant stream of visitors may disrupt wildlife by disturbing their breeding cycles and altering natural behaviors. Similarly, വൈൽഡ് ലൈഫിന് അവരുടെ എന്താ പറയുക, സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തിനെ തന്നെ ടൂറിസ്റ്റുകളുടെ വരവ് കാരണം അത് ബാധിക്കുകയും ആ വന്യമൃഗങ്ങളുടെ ജീവിതത്തിനെ തന്നെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന പലപ്പോഴും ടൂറിസം കാരണമാകുന്നുണ്ട്. സോ ദീസ് ആർ ദ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് ടൂറിസം ഓൺ എൻവയോൺമെൻറ്റ്. So to conclude, we can say the major impact of tourism on economic impact, social and cultural impact and environmental impact. In all these three areas, there are so many positive impact as well as negative impact. So that is the impact of tourism. Let us conclude today. Thank you.